അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്, ഒരുപാട് വെറൈറ്റി ഫ്രൂട്ടുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കഴിക്കാറുള്ളതല്ല, പക്ഷെ ചിലതൊന്നും മധുരമില്ല എന്നറിയാം. ലോകത്തിൽ തന്നെ ഏറ്റവും ടേസ്റ്റ് ഉള്ളതും അത്യാവശ്യം എന്താ പറയുക കാണാൻ വരെ നല്ല ഭംഗിയുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ടും അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അതുപോലെ വേറെ കുറേ വെറൈറ്റി ഫ്രൂട്ടുകൾ കാഴ്ച നിൽക്കുന്നതിനൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, മാക്സിമം ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോവാം. വലിയ തൈയാണ്, ഇതൊക്കെ കാഴ്ചതാണ്. ഇതൊക്കെ ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല മാവുകളാണ് ഇതൊക്കെ. മാവുകളാണ്. അപ്പോൾ ഇതാണ് ഞാൻ വന്നിട്ടുള്ള ഫാമിൻ്റെ മൊയ്തീൻക. അപ്പോൾ ഇവിടെ അമേരിക്കത്തെ ഒരു വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ട് കാഴ്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. അസ്സലാമു അലൈക്കും, നമസ്കാരം എല്ലാവർക്കും. പിന്നെ ഞാൻ മലപ്പുറം ജില്ലയിലെ തിരുനാവായ പഞ്ചായത്തിൽ പട്ടണക്കാവ് സ്വദേശി പടിഞ്ഞാറേവളപ്പിൽ മൊയ്തീനാണ്. എൻ്റെ അടുത്ത് ഡ്രാഗൺ ഫ്രൂട്ട്സുകൾ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അതായത് ഒരു 30ഓളം രാജ്യങ്ങളിൽ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു വെറൈറ്റി ഇപ്പോൾ കാഴ്ചിട്ടുണ്ട്. അമേരിക്കൻ്റെ ഏറ്റവും നല്ലൊരു വെറൈറ്റി കാഴ്ചിട്ടുണ്ട്, അമേരിക്കൻ ജയൻറ്റ് പലോറ. അതിൻ്റെ പ്രത്യേകത മറ്റുള്ള ഡ്രാഗൺ ഫ്രൂട്ട്സുമായി ഞാൻ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ മഞ്ഞ വെറൈറ്റിയാണിത് പലോറ. അത് മഞ്ഞ വെറൈറ്റി ചെറിയ പഴമുണ്ട്. ചെറിയ പഴം എന്ന് പറഞ്ഞാൽ കൊളംബിയൻ്റെ ഉണ്ട്, സാധാ ഇക്കഡോറിൻ പലോറ ഉണ്ട്. ഇക്കഡോറിൻ പലോറ ഈ അമേരിക്കൻ പലോറിൻ്റെ അത്ര വലിപ്പം പോരാ, ഒരു കുറച്ച് ചെറുപ്പമുള്ളൂ. പക്ഷേ പറ്റ ചെറുതാണ് കൊളംബിയൻ. കൂടുതൽ കഴിക്കാനൊന്നും ആകെ 100 ഗ്രാമേ ഉണ്ടാവുള്ളൂ. അതിൽ 50 ഗ്രാം തോടും പോയാൽ ബാക്കി 50 ഗ്രാമേ കഴിക്കാനുണ്ടാവുള്ളൂ. അത്രേ ഉണ്ടാവും. ഏറ്റവും കഴിക്കാൻ ടേസ്റ്റും മധുരവും വലിപ്പത്തിൽ 1-ാം സ്ഥാനം, ലോകത്തിൽ 1-ാം സ്ഥാനം നിൽക്കുന്ന വെറൈറ്റി മഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ടാണ് അമേരിക്കൻ ജയന്റ് പലോറ. പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഒന്നാമത് വലിപ്പം കൂടുതലാണ്, നല്ല മധുരം ഉണ്ടല്ലേ? നല്ല മധുരമുണ്ട്, പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ട്, പിന്നെ അത്യാവശ്യം നല്ല മധുരവും വേണം. അതാണ് ഇതിന്റെ. ഇതിന്റെ പരിപാലനം സാധാരണ നമ്മളെ അടുത്തുള്ള ഡ്രാഗൺ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു 30ഓളം രാജ്യങ്ങളുടെ ഉണ്ട്. വെറൈറ്റി എന്ന് ഞാൻ പറയില്ല, വെറൈറ്റി പിന്നെ എന്താണ് വേറെ ഒരു ഇതും കൊണ്ട്. ഇതൊക്കെ റെഡ് എന്ന് പേര് കൂട്ടി രാജ്യത്തിന് പേര് കൂട്ടി റെഡ് പറഞ്ഞാൽ വെറൈറ്റി ആവില്ലല്ലോ. അപ്പൊ മഞ്ഞ അങ്ങനെ തന്നെയാണ്. കൊളംബിയൻ യെല്ലോ, ഇസ്രായേൽ യെല്ലോ, ഇക്കഡോറിയൻ യെല്ലോ, അമേരിക്കൻ യെല്ലോ, സാധാ യെല്ലോ, ഇതൊക്കെ യെല്ലോ തന്നെയാണ്. അപ്പോൾ പേര് കൂട്ടിയെന്ന് വെച്ചാൽ വെറൈറ്റി ആവില്ല. ഞങ്ങൾക്ക് ഏറ്റവും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഈ അമേരിക്കൻ ജയന്റ് പലോറയാണ്. നല്ല മധുരമുണ്ട്. ഇതൊക്കെ വളർത്തുന്ന ആളുകൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇത് വളർത്തുന്ന നേരത്തെ പറഞ്ഞു കൊടുത്ത മാതിരി തന്നെ ഇത് മറ്റുള്ള ഡ്രാഗൺ ഫ്രൂട്ട്സുകൾ ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ ഇപ്പോൾ ചോപ്പാണെങ്കിലും മറ്റുള്ളതാണെങ്കിലും ഒക്കെ പെട്ടെന്ന് കായ്ക്കും. ഇത് ഒരു 1.5 വർഷം 2 വർഷവും കായ്ക്കണമെങ്കിൽ 2 വർഷത്തിനുള്ളിൽ കായ്ക്കും. പക്ഷെ നല്ല പരിചരണം അത്യാവശ്യം വേണം. ഇത് സാധാ ഡ്രാഗൺ ഫ്രൂട്ടുമായിട്ട് നട്ട് അങ്ങനെ വെച്ചാൽ പോരാ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പുഴുക്കൾ വരണ്ടാവുന്നു, ഇടയ്ക്ക് മരുന്നടിച്ചു കൊടുക്കണം, അതൊക്കെ ചെയ്യണം. നല്ല രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട് കിട്ടുള്ളൂ. ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ഡ്രാഗൺ ഫ്രൂട്ട്സിന്റെ മാത്രം ഗുണം ഒരു അത്ഭുത ഗുണങ്ങളാണ്. കാരണം എന്താന്ന് വെച്ചാൽ അത് നമ്മളെ കൊളസ്ട്രോൾ കുറക്കും, അറ്റാക്ക് കുറക്കും, രക്തം ശുദ്ധീകരിക്കും. ആൻറ്റി ഓക്സിഡൻറ്റ് കൂടുതലുണ്ടായ കാരണം രക്തത്തിന് ഏറ്റവും നല്ല ഒരു ശുദ്ധീകരണം വരും. മാത്രമല്ല ക്യാൻസർ പേഷ്യൻറ്റിന് ഏറ്റവും നല്ലൊരു പഴമാണിത് ഡ്രാഗൺ ഫ്രൂട്ട്. ഇവിടുന്ന് എല്ലാവരും കൊണ്ടുകൊണ്ട് പിന്നെ ഡോക്ടർമാർ വരെ പറഞ്ഞതുമാണ് അതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് കൂടുതലുണ്ടായത് കൊണ്ടും ഒരു നല്ലൊരു പഴങ്ങളിൽ ഏറ്റവും നല്ലത് ക്യാൻസറിന് ഈ ഡ്രാഗൺ ഫ്രൂട്ടാണ്. അതിൻ്റെ വേറൊരു പ്രത്യേകത, നമ്മളത് മാസത്തിലൊരു 4-5 തവണ ഒക്കെ കഴിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അറബികളൊക്കെ കൂടുതൽ അവിടെ കഴിക്കുന്നത്, വിദേശത്ത് കഴിക്കുന്നതാണ്. ഈ തൊലി ചുളുങ്ങാതെ 100 വയസ്സായാലും 90 വയസ്സായാലും നമ്മളെ മുഖം തൊലി ചുളുങ്ങാത്ത ഒരു രീതിയിൽ ഇത് കഴിക്കുകയാണെങ്കിൽ ഒരു ഗുണമുണ്ടല്ലേ? തൊലി ചുളുങ്ങൂല, നല്ലൊരു ഇത് കിട്ടും. എല്ലാം കൊണ്ടും ഗുണങ്ങളുടെ പഴമാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഈ വിദേശികൾ, അതായത് വിദേശ അറബികൾ കൂടുതൽ കഴിക്കുന്നത്. 185 രാജ്യങ്ങളിലെ പഴങ്ങൾ അടങ്ങിയ ഒരു സെല്ല എന്നറിയാം അതിന്. ആ ഒരു കൊട്ട വാങ്ങാൻ കിട്ടും പച്ചക്കറി കടയിൽ നിന്ന്. അതവിടെ 500, 400, 300 ഒക്കെ ദർഹമുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും മെയിനായിട്ട് അതിന്റെ മോൾ ഭാഗത്ത് വെക്കുന്ന ഒരു 1-2 പഴം മാത്രമേ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് ആയിരിക്കും. അതാണ് ഏറ്റവും വില കൂടിയതും അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതും. അപ്പോൾ ഇവിടെ യെല്ലോ മാത്രമാണ് കായ്ച്ചിട്ടുള്ളത്, വേറെ ഏതെങ്കിലും വെറൈറ്റി ഉണ്ടോ? അല്ല, വേറൊരു റയർ വെറൈറ്റിയും കൂടി കായ്ച്ചിട്ടുണ്ട്. അത് യെല്ലോ ലെമൺ യെല്ലോ എന്നും പറയും ആളുകൾ. അതിവിടെ കായ്ച്ചിട്ടുണ്ട്. ഇതാണ് ആ പഴം. ഇത് ഈ ഒരു ബോട്ടിലാണ് കായ്ച്ചിട്ടുള്ളത്, ചട്ടിയിലാണ് കായ്ച്ചിട്ടുള്ളത്. ഇതൊക്കെ ഏകദേശം ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ഏകദേശം എത്ര സമയം, എത്ര ഇത് കിട്ടും? ഇത് വലുതാവും തോറും ഇങ്ങനെ മാറ്റണോ അതോ ഇതിൽ തന്നെ നിൽക്കുമോ? അല്ല, ഇത് മതി. ഡ്രാഗൺ ഫ്രൂട്ട്സിന് ഈ ചട്ടി മതി. എത്ര വർഷം വരെ വേണമെങ്കിലും വേണമെങ്കിലും ഇരിക്കും. ഇതിന് കൂടുതൽ മണ്ണ് വേണ്ട.
ഡ്രാഗൺ ഫ്രൂട്ട്സിന് കൂടുതൽ മണ്ണ് വേണ്ട. ചകിരിച്ചോറ്, ചാണകപ്പൊടി, മണ്ണ്, ലേശം മണലും മിക്സ് ചെയ്തിട്ടുള്ള അതിന്റെ ഏത് ചട്ടിയിലാണോ നമ്മൾ വെക്കുന്നത് ആ ചട്ടീന്റെ പകുതി ഭാഗം മതി മണ്ണ്. മണ്ണിന് കൂടുതൽ ആവശ്യമില്ല. പിന്നെ ലിക്വിഡ് വളങ്ങൾ കൊടുക്കുക, പിന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് അതൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഏകദേശം എത്ര സമയം എടുക്കുമ്പോഴാണ് ഇതിന്റെ പരിപാലനം മറ്റേ വളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാറ്? ഓരോ 3 മാസം കൂടുമ്പോഴും എത്രമാത്രം വലിപ്പമുള്ള ചട്ടിയിലാണോ നമ്മൾ വെച്ചിരിക്കുന്നത് ആ ചട്ടിക്ക് അനുസരിച്ചിട്ടുള്ള ഗ്രാം വളങ്ങൾ ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഈ ചട്ടിയാണെന്നുണ്ടെങ്കിൽ 100 ഗ്രാം എല്ലുപൊടി, 50 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 50 ഗ്രാം കടലപ്പിണ്ണാക്ക്, കുറച്ച് ചാണകപ്പൊടി, അത്ര ഇതിനിട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇതൊക്കെ നമ്മൾ വീട്ടിലൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊറിയറൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റുമോ? കൊറിയർ അയക്കുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട്സ് മാത്രം കൊറിയർ അയക്കുന്നുണ്ട്, മറ്റുള്ള തൈകളൊന്നും അയക്കണം. ഇവിടെ ഒരു 10-300 ജില്ലാ വെറൈറ്റി വിദേശ ഫ്രൂട്ട്സുകളുണ്ട്, ഹൈബ്രിഡ് തൈകളുണ്ട്. അത് കായ്ച്ച തൈകളും കൊടുക്കുന്നുണ്ട്, ചെറിയ തൈകളും കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 30ഓളം രാജ്യങ്ങളിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. പക്ഷേ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് മാത്രമാണ് കൊറിയർ അയച്ചു കൊടുക്കുന്നത്. മറ്റുള്ളതൊന്നും കൊറിയർ അയക്കാൻ പറ്റൂല, അത് കേട് വന്നു പോകും. അപ്പൊ ഏകദേശത്തിന്റെ റേറ്റ് ഒക്കെ എങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ നല്ല ഇത് ഇവിടെ ചോപ്പ് വെറൈറ്റി 250 മുതൽ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ട്. ആവശ്യക്കാരൊക്കെ നിങ്ങളെ വിളിച്ചാൽ മതി. വിളിച്ചാൽ മതി. ചോപ്പ് വെറൈറ്റി പെട്ടെന്ന് കായ്ക്കണ ഒരു 8 മാസം കൊണ്ട് കായ്ക്കണ ഹൈബ്രിഡിനുണ്ട്. മലേഷ്യൻ ഹൈബ്രിഡ്, റോയൽ റെഡ് എന്നൊക്കെ പറഞ്ഞ വെറൈറ്റികളുണ്ട്. 250 മുതൽ സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പൊ ഇതിനെല്ലാത്തിനും റേറ്റിംഗ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആള് ഫോൺ നമ്പർ കൊടുത്താൽ നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും അവർക്ക് വന്ന് കാണാം. അതിനൊന്നും പൈസ ഒന്നും തരണ്ട. ആർക്ക് വന്നിട്ടും കാണാൻ സന്ദർശിച്ച് അവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അതൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലേ? അപ്പൊ ഇതാണ് നമ്മളാ പറഞ്ഞ വെറൈറ്റി അല്ലേ? ഇതാണ് യെല്ലോ ലെമൺ. ഇതിന്റെ ഒരു പ്രത്യേകത അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. പിന്നെ നീളത്തിലാണ് ഇതിന്റെ പഴം. അതെ അതെ, നല്ല നീളത്തിലായിട്ടല്ലേ? ഒരു മഞ്ഞ വെറൈറ്റിയിൽ പെട്ടത് തന്നെ, പക്ഷെ കളർ ഓറഞ്ച് ആണെന്ന് മാത്രം. ഓറഞ്ച് ആണല്ലേ? ഇതിപ്പോ ഏകദേശം എത്രയുണ്ടോ ഇതിപ്പോ കൊടുത്തിട്ട്? ഇതിപ്പോ ഒരു 2 വർഷത്തിന് അടുത്തായി. ആ സമയത്താണ് കായ്ക്കൽ തുടങ്ങുന്നത്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ലോകത്തിൽ തന്നെ ഏറ്റവും ടേസ്റ്റ് ഉള്ളതും അമേരിക്കൻ്റെതായ ആ ഒരു ജയന്റ് പലോറ എന്ന് പറഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ട് ഇതാണ്. ഇത് പുതിയ പുതിയ പേരുകളൊക്കെ ആകുമ്പോൾ ചെറുതായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വരാറുണ്ട്. ഇതിപ്പോ മുള്ളുണ്ടാവാറുണ്ടോ? മുള്ളുണ്ടായിരുന്നു, മുള്ള് പൈപ്പിൽ കൊഴിഞ്ഞു പോയതാണ്. തട്ടിയാ മുള്ള് പോവല്ലേ? മുള്ളുണ്ടാവും ഇതിമേ. അതാ പച്ചക്കായ നിൽക്കണേ, അതിമ കണ്ടില്ലേ മുള്ള്? ഇതാണ് പച്ചക്കായ. അതുപോലെ തന്നെ അതിന്റെ കുറച്ച് പഴുത്തതാണ് ഈ കാണുന്നത്. ഇതിപ്പോ ഏകദേശം എത്ര സമയം എടുക്കും? ഇത് പഴുത്ത് കഴിഞ്ഞാല് 2 മാസം ഈ മരത്തുമ നിൽക്കുമല്ലേ? തൈമ നിൽക്കും. മറ്റേത് നമ്മുടെ സാധാ ചോപ്പ് വെറൈറ്റി ഒക്കെ അത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല പഴുത്ത് കഴിഞ്ഞാൽ 4 ദിവസം നിൽക്കും. 5ാമത്തെ ദിവസം അത് വിണ്ട് കീറും. ഇതങ്ങനെ ഇല്ല. ഇതാണ് ഒറിജിനൽ സ്വീറ്റ് ലൂബി. അതായത് സ്വീറ്റ് ലൂബിയിൽ 2-3 വെറൈറ്റി ഉണ്ട്. പ്ലംസിന്റെ അതേ ടേസ്റ്റും അതേ മധുരവും കുരുല്ലാത്തതുമായ സ്വീറ്റ് ലൂബിയാണ് ഇത്. കുരുണ്ട്, ചെറിയ കടകിന്റെ മാറ്റത്തെ കുരുവുള്ളൂ, നല്ല ടേസ്റ്റും മധുരവും ഉണ്ട്. പിന്നെ അത് മെയിൻ പ്രത്യേകത ഇതിന്റെ 365 ദിവസം ഇത് കായ്ക്കും. അതാണ് ഇതാ പൂട്ട് വരുന്നത്. കായ് അതായ്മൊക്കെ നിറച്ച് കായ് നിൽക്കുന്നത്. ഇതൊക്കെ പൂട്ട് വരികയാണ്. അപ്പൊ ഈ പറഞ്ഞല്ലേ ഇതൊക്കെ ഇമുണ്ട്. ഇവിടെ പൂവിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കായ് നിറയെ നിൽക്കുന്ന അടിയിൽ അതാ ചെറിയ കായ്. വലുത് ഇതിപ്പോ ഏകദേശം എത്ര സമയം എടുക്കും പഴുക്കാന്? ഇതൊരു 2 മാസം 2.5 മാസമൊക്കെ കഴിയുമല്ലേ? അപ്പൊ ഇതിലൊക്കെ ഈ ചട്ടി തന്നെയാണ് ഇവിടെ ഏകദേശം കൂടുതൽ. ഇത് 80% ഇവിടെ ചട്ടിയിൽ തന്നെയാണ്. 80-85% ചട്ടി തന്നെയാണ്. അപ്പൊ നനയും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? നനയൊക്കെ ഡെയിലി നനക്കണം. അല്ലേ? പിന്നെ വളത്തിന്റെ കാര്യമൊക്കെ? വളങ്ങൾ ഓരോ 3 മാസം കൂടുമ്പോഴും കുറച്ച് വളങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. നോക്കാം എന്ത് വലിയ ഇത് റംബൂട്ടാനല്ലേ? റംബൂട്ടാനാണ്. അത് ഇതിന്റെ പ്രത്യേകത. ഈ റംബൂട്ടാന്റെ പ്രത്യേകത പച്ചക്കായിൽ മധുരം ഉണ്ടാവുമല്ലേ? റംബൂട്ടാന് പച്ചക്കായല്ലേ? അതാണ് പിന്നെ റോങ്റിയൻ എന്ന് പറഞ്ഞ വെറൈറ്റി. ഇത് അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും പോകുന്ന ഗ്രോ ബാഗാണ്. പക്ഷെ ഇതിന്റെ ഒരു മരം ശരിക്ക് അത്രയും ഒരു 3 ആളെ മേലേക്കുള്ള അത് നോക്ക്. അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴാണ് സീസൺ ആവാ? കായ്ച്ചതാണ്. ഇതൊക്കെ ജനുവരി ഫെബ്രുവരി ഒക്കെ കായ്ച്ച തൈകളാണല്ലേ? ഇതൊക്കെ ഇനി കായ്ക്കുമ്പോ നമുക്ക് വരാൻ പറ്റൂലല്ലേ? അപ്പൊ എന്താ ഇതൊക്കെ കായ്ക്കുമ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യും. അപ്പൊ ഇതിന്റെ മുന്നത്തെ വീഡിയോന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കുറേ ഫ്രൂട്ട് ആ ഒരു സമയത്ത് കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫ്രൂട്ടിനൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തും കായ്ക്കണമെന്നില്ല. ചില സമയങ്ങളിലാണ് ഓരോ ഫ്രൂട്ടുകളും കായ്ക്കുക. ഇത് 365 ദിവസം കായ്ക്കുന്ന വിയറ്റ്നാം സൂപ്പർ ഏർലി. ചില വിയറ്റ്നാം സൂപ്പർ ഏർലി ഉണ്ട്, അത് വർഷത്തിൽ 1 പ്രാവശ്യം മാത്രമേ കായ്ക്കുള്ളൂ. അത് വാങ്ങി വഞ്ചിതരാവണ്ട. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തേൻ എങ്ങനെ നമ്മുടെ വായിലായാൽ അതേ മധുരത്തിൽ ഈ ചക്ക ഉണ്ടാവും. ഇതിവിടെ ഒരുപാടുണ്ട് കേട്ടോ. അത് ചെറിയൊരു മരം. അതിപ്പോ ചെലവിൽ കണ്ടില്ല, വലിയ ചക്ക നിൽക്കുന്നതൊക്കെ താഴെ ചെറുതുണ്ടായി വരുന്നു. അങ്ങനെ തന്നെ കൊടുത്തു നോക്കുന്നതാ. അടിയിൽ ചെറിയ ചക്ക ഉണ്ടായി വരുന്നതാ എല്ലാ സമയത്തും. അത് മൂത്ത് പഴുത്ത് കഴിയുമ്പോക്കിന് വേറെ പിന്നെ ഉണ്ടാവും. ഇത് വേറെ ഉണ്ടായി വരുന്നത് ചെറുത്, ഏറ്റവും ചെറുത് വേറെ ഉണ്ടായി വരുന്നത്. എല്ലാ ദിവസവും ചക്ക ഉണ്ടാവും. ഈ ചതുരപ്പുള്ളിന്റെ ഒക്കെ ഇടയിലാണ് ഈ നിൽക്കുന്നത്. ചെറിയൊരു തെങ്ങാട്ടാ. അത് കണ്ടറിയാൻ പറ്റും. ഏകദേശം എന്റെ കൈ നോക്ക്.
ഈ ഒരു ഹൈറ്റിൽ തന്നെയാണ് ഈ കാഴ്ച നിൽക്കുന്നത് അല്ലേ? മൊയ്തീനിക്ക് തെങ്ങ് ചെറിയ ഗംഗാബോണ്ടം എന്ന് പറഞ്ഞ തെങ്ങാണ്. ഇതിന്റെ പ്രത്യേകത ഇത് എല്ലാ പട്ടയിലും പൂക്കലുണ്ടാവും. എല്ലാ പട്ടയിലും പൂക്കല വരും അല്ലേ? അതായത് നമ്മൾ സാധാ തെങ്ങ് എന്ന് പറഞ്ഞാൽ 4 പട്ട വന്നിട്ട് പിന്നെ അതിൽ പൂക്കല വരുള്ളൂ. ഇത് എല്ലാ പട്ടയിലും പൂക്കല വരുന്നത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് ഹൈറ്റിൽ പോവാത്തത്. അതാണ് ഇതിന്റെ കാരണം. ഇപ്പൊ നിറയെ എല്ലാ തെങ്ങിന്റെ ചുറ്റുഭാഗം തേങ്ങ നിറഞ്ഞു നിൽക്കും. ഇത് ഏകദേശം എത്ര വർഷം കൊണ്ട് കായ്ക്കുക? ഇത് 2 വർഷം കൊണ്ട് കായ്ക്കണ ഗംഗാബോണ്ടം. 2 വർഷം കൊണ്ട് കായ്ക്കും. ഇതിപ്പോ എന്റെ ഹൈറ്റ് അതാ, ആ കയറ് കെട്ടി അവിടുന്ന് കായ് തുടങ്ങിയിരിക്കുന്നു. ആ കയറ് കെട്ടിയിരിക്കണ് അവിടുന്ന് കായ് തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ ഒരടി ഹൈറ്റ് ആകുമ്പോൾ തന്നെ കായ്ക്കും. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഏകദേശം ഒരു പഴുത്ത ബേറാപ്പിൾ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താ പോയിരിക്കാം? ഇത് മധുരം ഉണ്ടാവും, നല്ല മധുരം ഉണ്ടാവും. പിന്നെ അറബികളുടെ ഒരു പാവപ്പെട്ടവരുടെ ആപ്പിൾ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഇതല്ലേ? അത് മാത്രമല്ല നിൽക്കുന്നത് ഈ ഒരു ചട്ടിയിലാണ് നിൽക്കുന്നത് അല്ലേ? അത് ഏകദേശം ഇത്ര ഹൈറ്റ് ഒക്കെ വരും അല്ലേ? കട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ നമുക്കതാ കായ് നിറയാണ്ട് അതൊക്കെ കഴിയുമ്പോൾ കായതാ. ചില ആളുകൾ പറയും ബേറാപ്പിൾ കായ്ക്കണില്ല. കായ്ക്കണൊക്കെ ഉണ്ട്, പക്ഷെ വെള്ളം കുറച്ച് കൊടുക്കുക, പിന്നെ നല്ല വളങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുക. നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ കായ് പിടിക്കുള്ളൂ. പിന്നെ അത് കായ് പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട ഒരു പ്രത്യേക ഒരു പൊടിക്കൈ ഉണ്ട്. കാരണം പൊടിക്കൈ എല്ലാവരും ഹോർമോൺ അടിച്ചു കൊടുക്കുക. അത് മിറാക്കിൾ മിക്സ് എന്ന് പറഞ്ഞ ഒരു പൗഡർ ഉണ്ട്. മിറാക്കിൾ മിക്സ് എന്ന് പറഞ്ഞ പൗഡർ ഒരു പൊടി വാങ്ങാൻ കിട്ടും. അതായത് പിന്നെ ഒരു ഹോർമോണ് വളം വെക്കുന്ന കടയിലൊക്കെ അവിടെ പോയി 13, 27, 27 എന്ന് പറഞ്ഞ നമ്പർ അത് വാങ്ങിയിട്ട് 2 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആ പൂട്ടതിന് ശേഷം ആ പൂവിലും ഇലമ്മലും മരത്തുമ്മലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ കായ് പിടിക്കും. നല്ല പൊരിയുള്ള വെയിലുള്ള സ്ഥലത്ത് വെക്കണം കേട്ടോ. അതോളി നാരങ്ങ, ബബ്ലൂസ് ഓറഞ്ച്, അതൊക്കെ ഇത്തരത്തിൽ തന്നെ കായ്ക്കും. ഏകദേശം എത്ര ഡ്രമ്മിലല്ലേ? അത് ഏകദേശം എത്ര പ്രായം ഉണ്ടാവും? ഇതൊരു 2.5 വർഷം കഴിഞ്ഞു. 2.5 വർഷം കഴിഞ്ഞല്ലേ? 3 വർഷം ആവാനായി. എത്ര വർഷം കൊണ്ട് കായ്ക്കൽ തുടങ്ങാം? 3 വർഷം കൊണ്ട് കായ്ക്കും. ഇതാണ് നമ്മുടെ തായ്ലൻഡ് ബനാന സപ്പോട്ട. ഇത് നല്ല അടിപൊളി ഉണ്ടായിരുന്നു. ഇതിന്റെ കൊമ്പ് ഒടിഞ്ഞു നോങ്ങിക്കുന്നതാ. അത്രയധികം ഉണ്ടാവും അല്ലേ? അവിടെ കണ്ടില്ല, കൊമ്പ് ഒടിഞ്ഞു ഇതിനൊക്കെ തയ്യാളുണ്ടാവും. പൊട്ടിച്ചു കഴിഞ്ഞാണ് ഇപ്പൊക്കെ കുറെ വവ്വാലും ഉണ്ടാവും, കുറെ ഞങ്ങൾ പൊട്ടിക്കും. വവ്വാലിനും കുറെ കൊടുക്കും. അപ്പൊ ഇതിനൊക്കെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഏതാ വെറൈറ്റീസ്? ഇതൊക്കെ നല്ല വില കൂടിയ വെറൈറ്റി മാവാണ്. ലോകത്തിൽ വെച്ച് 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന നാംഡോക്കുമായി നിറഞ്ഞ മാവാണ്. ഇതൊക്കെ വലിയ തൈയാണ്. ഇതൊക്കെ ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതാണ് അൽഫോൺസ എന്ന് പറഞ്ഞ മാവ്. ഇതൊക്കെ ഉണ്ടല്ലേ? ഇതാണ് റെഡ് മാംഗോ എന്ന് പറഞ്ഞ മാങ്ങ. ഏകദേശം എത്ര കഴിയും കായ്ക്കാൻ? ഇതൊക്കെ കായ്ച്ചതാണ്. നാംഡോക്കുമായിന്റെ വലിയ തൈയാണ്. ഇതൊക്കെ കായ്ച്ചതാണ്. ഇതൊക്കെ ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല മാവുകളാണ് ഇതൊക്കെ. പിന്നെ ബനാന മാംഗോ ഉണ്ട് ഇവിടെ, നാംഡോക്കുമായി ഉണ്ട്, ക്യൂസാംറോഡ് ഉണ്ട്, മല്ലിക ഉണ്ട്, കാലാപ്പാടി ഉണ്ട്, അൽഫോൺസ് ഉണ്ട്, പ്രിയൂർ ഉണ്ട്, ഹിമാപസന്ത് ഉണ്ട്, നാസിപസന്ത് ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. എല്ലാ വെറൈറ്റി മാവുകളും ഇവിടെ കുറച്ച് എല്ലാ വെറൈറ്റി മാവുകളും ഉണ്ട്. പിന്നെ ഈ വരുന്നോട് തന്നെ ഈ ജബോട്ടിക്ക ഒരു സൈഡില് മാങ്ങയാണെന്നുണ്ടെങ്കിൽ മാവിന്റെ തൈകളെ വെറൈറ്റീസ് ആണെങ്കിൽ ഇവിടെ വരുന്നോടത്ത് കുറെ ജബോട്ടിക്ക അത്യാവശ്യം നല്ല കാഴ്ചതാണ്. ഇവിടെ കായ കഴിഞ്ഞതാണ്, ഇപ്പൊ പൂട്ട് വരണുള്ളൂ. അവിടെ എവിടെ പൂവുണ്ടായിരുന്നല്ലോ അല്ലേ? ആർക്ക് എന്ത് തൈകൾ വേണമെങ്കിലും നമ്മളെ നമ്പറിൽ വിളിച്ചാൽ റേറ്റും എല്ലാം പറഞ്ഞു തരും. എല്ലാവരും 10 പറഞ്ഞില്ലേ എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സും. പിന്നെ ഈ 300 ജില്ലാ വെറൈറ്റിയും 400 ജില്ലാ വെറൈറ്റിയും ഒന്നും ഉള്ളതൊന്നും ആളുകൾ വീട്ടാവശ്യത്തിന് വെക്കേണ്ട ആവശ്യമില്ല, നടേണ്ട ആവശ്യമില്ല. വീട്ടാവശ്യത്തിന് വെക്കാൻ പറ്റിയ ഒരു 40-ഓ 45-ഓ വെറൈറ്റി മാത്രം ഫ്രൂട്ട്സ് വീട്ടാവശ്യത്തിന് വെച്ചാൽ മതി. മറ്റുള്ള വെറൈറ്റിക്കും വേണ്ടി ആളുകൾ വെറുതെ കിടന്ന് ഓടണ്ട. അത് കുറേ പറ്റിക്കലാണ്. കാരണം ഇത് നമ്മൾ അറിയപ്പെടാത്തൊരു വെറൈറ്റി കൊടുത്തിട്ട് ഇതാണെന്ന് പറഞ്ഞിട്ട് അപാര വില കൊടുത്തിട്ട് ആളുകൾ വഞ്ചിതരാവുന്നുണ്ട്. അപ്പോൾ ഇനി എൻ്റെ ഞാൻ ഇത് പറയുന്നത് ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരാണെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് പഴങ്ങളാണെങ്കിലും നല്ല വെറൈറ്റി പഴങ്ങൾ നമ്മുടെ ഇവിടെ കേരളത്തിൽ കായ്ച്ച പഴങ്ങൾ മാത്രം നട്ടു വളർത്തുക. അതേ ഞങ്ങൾ കൊടുക്കണുള്ളൂ. സപ്പോർട്ടുകൾ അതേമാതിരി മാവുകൾ, റംബുട്ടാന്, ചെറീസ്, ബട്ടർ, ഫുലാസാന്, മാംഗോസ്റ്റിന്, സപ്പോർട്ടകൾ, റൊളീനിയം, മധുരമുള്ള അമ്പഴം, അതേമാതിരി പിന്നെ സ്വീറ്റ് ലൂബി, ഇത് കെപ്പല്, പഴങ്ങളിൽപ്പെട്ട പ്ലാവുകൾ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു 40-45 വെറൈറ്റി നല്ല ഫ്രൂട്ട്സ് വീട്ടാവശ്യത്തിൽ വെക്കാൻ പറ്റുന്നതുള്ളൂ. മറ്റുള്ളതൊക്കെ വെറൈറ്റിക്കും വേണ്ടി ആളുകൾ വെറുതെ വളർത്തുന്നതാണ്. ഇതൊക്കെ മറ്റുള്ള രാജ്യങ്ങളിൽ കായ്ക്കും, പക്ഷെ നമ്മളവിടെ കായ്ക്കൂല.
നമ്മൾ ആ മരം വെറുതെ വെച്ച് വളർത്തിയിട്ട് അപാര വിലയും കൊടുത്തിട്ട് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച് വളർത്തിയിട്ട് ഈ കൊണ്ടുവന്ന് വെച്ച ആൾക്ക് തന്നെ അറിയില്ല അത് കായ്ക്കൂല എന്നുള്ളത്. കൊണ്ടുവന്ന് വെച്ച ആൾക്ക് അറിയില്ല. പിന്നെ ആ ആൾ അതിൻ്റെ തൈ കൊടുത്തിട്ട് ഇതിവിടെ കായ്ക്കുന്നും പറഞ്ഞുകൊണ്ട് ആ തൈ കൊടുത്തിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് പിന്നെ അത് കായ്ക്കണില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മളിവിടെ നമ്മളൊരു കാലാവസ്ഥക്ക് മാത്രമല്ല ഈ 17 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് താഴെ തണുപ്പുള്ള സ്ഥലത്ത് കായ്ക്കുന്ന മരങ്ങളൊന്നും ഫ്രൂട്ട്സുകളൊന്നും നമ്മളിവിടെ കായ്ക്കൂല. എവിടെ? ഇടുക്കി, മറയൂർ, കാന്തല്ലൂർ, കൊടൈക്കനാൽ അതേമാതിരി വയനാട് ഭാഗത്തൊക്കെ കായ്ക്കും തണുപ്പുള്ളത്. മറ്റുള്ള സ്ഥലങ്ങൾ അവിടെ ഈ വയനാട്, ഇടുക്കി ജില്ലയിൽ കായ്ക്കുന്ന ഒരു മിക്ക ഫ്രൂട്ട്സുകളും ഇവിടെ കായ്ക്കൂല. കാരണം അത് 17 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് താഴെ തുടർച്ചയായി 4.5 മാസം തണുപ്പ് കിട്ടിയാലേ അതൊക്കെ കായ്ക്കുള്ളൂ. എന്നാൽ അതേ സാധനം തന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കായ്ക്കുന്ന ജില്ലയാണ്. തണുപ്പ് ഇല്ലാത്ത കാലാവസ്ഥ, ചൂടുള്ള കാലാവസ്ഥയിൽ കായ്ക്കുന്നതാണ്. പിന്നെ ഈ വയനാട്ടിൽ നിന്നും പിന്നെ ഇടുക്കി ജില്ലയിൽ നിന്ന് കൊടുക്കുന്ന പഴങ്ങൾ കായ്ക്കും, അവിടെ മാത്രമേ കായ്ക്കുള്ളൂ. അത് കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട് പിന്നെ ഈ ഭാഗത്തൊന്നും അത് കായ്ക്കൂല. അതായത് വയനാടും ഇടുക്കിയിലും കായ്ക്കുന്ന ഫ്രൂട്ട്സുകൾ ഈ പറഞ്ഞ ജില്ലകളൊന്നും കായ്ക്കൂല. അതും കേരളത്തിൽ തന്നെയുള്ള. ചില ആളുകൾ പറയും കേരളത്തിൽ കായ്ക്കുന്നതൊക്കെ മറ്റുള്ള രാജ്യത്ത് കായ്ക്കണമൊക്കെ കേരളത്തിലൂടെ കായ്ക്കുന്ന പറയും. പക്ഷെ കേരളത്തിൽ മുഴുവൻ സ്ഥലത്ത് കായ്ക്കൂല. അതാണ് അതിന്റെ സത്യം. ആളുകൾ ഒരു വെറുതെ ഒന്നായിട്ടാണ് പറഞ്ഞു വിടും. കേരളത്തിൽ കായ്ക്കുന്നതോ അല്ലെങ്കിൽ വിദേശത്ത് കായ്ക്കുന്ന എല്ലാതും കേരളത്തിലും കേരളത്തിൽ കായ്ക്കുന്നത് ചില തണുപ്പുള്ളത് സ്ഥലത്തുള്ള വയനാട്ടും ഇടുക്കിയും കായ്ക്കുന്നുണ്ട്. നമ്മളവിടെ കായ്ക്കൂല. ഞാൻ പറഞ്ഞ മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് കായ്ക്കൂല. അതൊക്കെ ആളുകൾ വഞ്ചിതരാകുകയാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഇവിടെ ഈ പറഞ്ഞ ചൂടുള്ള കാലാവസ്ഥയിൽ കായ്ക്കുന്ന സസ്യങ്ങൾ മാത്രം ഫ്രൂട്ട്സുകളും നട്ടു വളർത്തി പരിചരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. നിങ്ങൾ ഇല്ലാത്ത വെറൈറ്റിക്കും വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ ഒരു വെറൈറ്റി കൊടുക്കുന്നുകൊണ്ട് ഇത് നല്ല വെറൈറ്റിയാണ് എന്ന് പറഞ്ഞിട്ട് ആ തൈ വാങ്ങാൻ പോകരുത്. അതാണ് എൻ്റെ ഒരു സ്വന്തം അഭിപ്രായം. ഞാൻ അങ്ങനെ ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പല ആളുകളുടെ അടുത്തുനിന്നും ഇവിടെ കായ്ക്കും നല്ല ഫ്രൂട്ട്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തണുപ്പുള്ള കാലാവസ്ഥയിൽ കായ്ക്കുന്ന ചെടികൾ ഞാൻ വാങ്ങി വെച്ചിരുന്നു. പക്ഷെ അതിവിടെ കായ്ക്കൂല. ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ഇവിടെ. ഒരുപാട് ഇത് മറ്റേ മധുരമുള്ള അമ്പായങ്ങല്ലേ കൈ പോകണം ചീത്തേക്കണോ? ഇത് എൻ്റെ വീട്ടിലുണ്ട്. അപ്പൊ എന്താ നമുക്ക് ഈ ഒരു വീഡിയോ അതിന്റെ പേര് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ഒക്കെ ഇടിങ്ങൾ. ഓക്കെ, താങ്ക് യു.